സ്വന്തം കൂട്ടത്തിലുള്ള മനുഷ്യന്മാർ മരിച്ചു പോയാലും വേണ്ടില്ല, അവർക്ക് അപായം ഉണ്ടായാലും വേണ്ടില്ല, കലാപം ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ഏറ്റവും വിഷലിപ്തമായ മനസ്സുള്ള മനുഷ്യരാണ് ഇവരെന്ന് കാണണം. ഇവരുണ്ടാക്കുന്ന സംഘർഷം സ്വന്തം വിശ്വാസത്തിൻ്റെ ബിംബങ്ങൾ ആക്രമിക്കപ്പെട്ടാലും വേണ്ടില്ല, അവിടെ ബീഫ് വലിച്ചെറിയുകയോ ചാണകം വലിച്ചെറിയോ എന്തായാലും വേണ്ടില്ല, കലാപം ഉണ്ടാവണം, എല്ലാ മുസ്ലിങ്ങൾക്കെതിരായി മാറണം, സംഘർഷമായി മാറണം. സ്വന്തം വിശ്വാസത്തോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല, സ്വന്തം സമാജത്തോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല. അതിലെ കുട്ടികൾ ആക്രമിക്കപ്പെടട്ടെ, സ്ത്രീകൾ ആക്രമിക്കപ്പെടട്ടെ, അവർ വിഷവെള്ളം കുടിച്ച് ചത്തോട്ടെ, എന്നാലും വേണ്ടില്ല. മുസ്ലിം പ്രധാന അധ്യാപകനെതിരെ ജനങ്ങൾക്കിടയിൽ ഒരു വെറി രൂപപ്പെടുകയും അയാൾക്ക് ഇവിടെ നിന്ന് സ്ഥലം മാറ്റം കിട്ടുകയും വേണം. അയാൾ വെറും സ്ഥലം മാറ്റത്തിന് വേണ്ടിയാണ്. അപ്പോൾ എന്തുമാത്രമാണ് ഇവരുടെ ഉള്ളിൽ ഈ നിറഞ്ഞിരിക്കുന്ന വെറുപ്പ് എന്ന് പറയുന്ന സംഗതി കാണണം. രണ്ടാമത്തെ എന്താണ്, മുസ്ലിങ്ങൾ ഇവിടെ പെറ്റുവരുന്നു, മുസ്ലിങ്ങൾ തീവ്രവാദികളാകുന്നു, മുസ്ലിങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അപകടമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു നടക്കുമ്പോൾ അതിനെന്താ പറ്റിയ സാധനങ്ങൾ വേണം, അത് കിട്ടുന്നില്ല. അപ്പോൾ നിരന്തരം ഇത്ര പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇവരുടെ ഈ ഭീതി എന്ന് പറയുന്നത് പോലും വ്യാജമാണ്. കാരണം എന്താണ്, ഇവർ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇവർ തന്നെയാണ് ഈ പറഞ്ഞ പ്ലെയിനകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇവർ തന്നെയാണ് വിഷം കലക്കുന്നത്, ഇവർ തന്നെയാണ് ബീഫ് വലിച്ചെറിയുന്നത്, ഇവർ തന്നെയാണ് ആളുകളെ ആക്രമിക്കുന്നത്, വീടുകൾക്ക് തീയിടുന്നത്. അപ്പോൾ ഈ റിയൽ ത്രെട്ട് എന്ന് പറയുന്ന സംഗതിയുള്ളൂ, ഞങ്ങൾക്ക് അവരെ പേടിയാണ്, ഞങ്ങൾക്ക് മുസ്ലിങ്ങളെ പേടിയാണ്. ആരാ ഈ പേടി ഉണ്ടാക്കുന്നത്? ഇവർ തന്നെ ആക്ട് ചെയ്യുകയാണ് അങ്ങനെ.